ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 7 ഡേയ്സ്, അതായത് അടുത്ത 7 ദിവസങ്ങൾക്കകം നിങ്ങളിലേക്ക് എന്ത് സന്തോഷ വാർത്തകളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ സന്തോഷമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്മകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എപ്പോഴും. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. ഞാൻ പൈലൊന്നും വെക്കുന്നില്ല. കുറേ വീഡിയോസ് ഈയിടെ പൈൽ വെച്ചിട്ടാണ് ചെയ്തത്. ചിലർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ജനറലായിട്ട് വീഡിയോ കാണുന്നത് തന്നെയാണ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് 7 ഡേയ്സ് ആർക്കൊക്കെ എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് വരാൻ പോകുന്നത് എന്ന്. സ്റ്റെപ്പ്ഡ് ആക്ടിവേഷൻ ആണ്. Accelerated motion, victory and success, awareness, balance, patience and planning. പലരും ക്ഷമയോടുകൂടി പലതും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. King of Wands, Ace of Swords, 2 of Cups, Page of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇവിടെ പലരും ഓവർ തിങ്കിങ്ങിലാണ്. അനാവശ്യകരമായ ചിന്തകളാണ്. എപ്പോഴും വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. എന്നാൽ കഴിവുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുമില്ല. വെറുതെ ചിലപ്പോൾ റീഡിങ് കേട്ടിട്ട് എനിക്ക് അത് വരും ഇത് വരുമെന്ന് പറഞ്ഞ് ഒരിക്കലും കാത്തിരിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്നിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യൂ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒന്നിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യൂ. എന്നിട്ട് സ്പിരിച്വൽ വർക്ക് കൂടി ചെയ്യൂ. പിന്നീടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. താൻ പാതി ദൈവം പാതി എന്നല്ലേ. അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കൂ, ദൈവം നിങ്ങൾക്ക് ഫലം തരും തീർച്ചയായിട്ടും. എന്നിട്ട് നിങ്ങളൊരു റീഡിങ്ങൂടെ കാണുമ്പോൾ നിങ്ങളിലേക്ക് വളരെ നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും. അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരും. അതിനുള്ള ഒരു വഴികാട്ടിയാണ്, ഒരു ഗൈഡൻസ് മാത്രമാണ് നമ്മുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് അത് വരുന്നത്? അത് നിങ്ങൾ ഹാർഡ് വർക്ക് കൂടെ ചെയ്തിട്ട് നോക്കിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സന്തോഷം കൂടെ ലഭിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത്തരം ഒരു സന്തോഷം ലഭിക്കുന്നത്? ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ, നിങ്ങൾ പലരും ചിലപ്പോഴൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം എന്ന് കാണുന്നു. അങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് തരണം ചെയ്ത് കളയാൻ സാധിക്കും. അടുത്ത ഡബിളാണ്, തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഡബിളാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് എനർജിയെ തരണം ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഡിറ്റേഷൻ്റെ എനർജിയിലൂടെ നിങ്ങൾക്ക് കളയാൻ പറ്റാത്തതായി ഒരു സങ്കടങ്ങളുമില്ല. എത്രമാത്രം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അത് ചെയ്തിട്ടുള്ളവർക്കും അറിയാം. ഇത് ഈ വീഡിയോ ഒക്കെ കാണുന്ന പലരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ്. അവർക്കത് മനസ്സിലാകും എന്താണ് ഇതുകൊണ്ടുള്ള റിസൾട്ട്, എങ്ങനെയാണ് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നത്, ഈ സന്തോഷം, സമാധാനം, ശാന്തി ഒക്കെയും എങ്ങനെയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, എങ്ങനെയാണ് അത് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്
അത് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്താണ് വെറുതെ ഇരുന്നാൽ പറ്റുമോ? അതുമില്ല. സ്പിരിച്വൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ പറ്റുന്ന കാര്യമാണ്? അല്ല. അതിനായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കണം, അതിനായിട്ടൊരു സമയം കണ്ടെത്തണം, അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വരുത്തണം നിങ്ങൾ. അങ്ങനെ വന്ന് ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ചക്ര. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമുക്ക് എനർജിയെ പ്രദാനം ചെയ്യുന്ന 7 ചക്രാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് നമ്പർ 1 വരുന്നതാണ് ബേസ് ചക്ര എന്ന് പറയുന്നത്. റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്ര എന്ന് പറയുന്നത് എല്ലാത്തിനും മൂല കാരണമാണത്. എല്ലാത്തിനും മൂലകാരണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ജീവിതത്തിന് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് എന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് ബേസ് ചക്രയെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി മുഴുവനും പുറത്തേക്ക് പോകും. അതാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? സന്തോഷം ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കൂ. ഇവിടെ കണ്ടില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വെളിച്ചം കാണാൻ തുടങ്ങുന്നത്. എക്സലറേറ്റഡ് മോഷൻ എന്താണ്? പെട്ടെന്നുള്ള ചില ചലനങ്ങൾ കാണാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരുപാട് വെളിച്ചം വരുന്നുണ്ട്. എന്തിൻ്റെ വെളിച്ചമാണ്? പോസിറ്റീവായിട്ടുള്ള വെളിച്ചം. ആ പോസിറ്റീവായിട്ടുള്ള വെളിച്ചം നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ തന്നെയും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആണ് വരുന്നത്. അടുത്തത് വിക്ടറി ആൻഡ് സക്സസ് ആണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് വിക്ടറി ആൻഡ് സക്സസ് വരുന്നത്? അവയർനെസ്. കണ്ടില്ലേ? ബാലൻസ്. അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു തിരിച്ചറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. ക്രൗൺ ചക്ര എവിടെയാണ്? 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നത് റൂട്ട് ചക്ര, ബേസ് ചക്ര. അത് കഴിഞ്ഞിട്ട് 7th വരുന്നതാണ് ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ചക്രാസും ആക്റ്റീവ് ആകണം. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനും ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനും ശിരസിന് മുകളിലായി ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ സഹസ്രാര പത്മം എന്ന് പറയും. അപ്പോൾ ഇതുകൂടി ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങൾ അറിയാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു അറിവിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ്? വിക്ടറി ആൻഡ് സക്സസ് ലഭിക്കും. അതെ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയുമ്പോൾ തന്നെയും അറിവുണ്ടാകുമ്പോൾ തന്നെയും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, അല്ലേ? അതുപോലെ നിങ്ങൾക്കും പ്രത്യേകിച്ച് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥ വരും, അല്ലെങ്കിൽ അതിനൊരു അവസരം, ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? പെട്ടെന്നാണ് ചില ചലനങ്ങൾ വരുന്നത്. എങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നിങ്ങളിലേക്ക് വരുന്ന ഒന്നാണിത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നു. കണ്ടില്ലേ? അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ കൂടി ആകുമ്പോൾ പിന്നെ എന്താണ്? നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. കണ്ടില്ലേ? എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതെന്ന് കണ്ടോ? ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. ഇവിടെ സമൂഹത്തിലൊക്കെ നല്ല നിലയും വിലയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈഗോ അല്പമെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കണം. കാരണം ഞാൻ വലുതാ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ആരോടെങ്കിലും വാദിക്കുമ്പോൾ എങ്ങനെയാണ്? വീണിട അങ്ങ് വിദ്യയാക്കും. കാരണം അത് നമുക്ക് ജയിക്കണ്ടേ? അത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞൊപ്പിച്ച് ജയിച്ച് വരാനുള്ള ശ്രമം. ഇവിടെ മോശമാണ് എന്ന് മറ്റാരും പറയുന്നത് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്? ഉള്ളിലെ ഈഗോ കൊണ്ട്. തെറ്റാണെങ്കിൽ തെറ്റ് സമ്മതിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും പരസ്പരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം തെറ്റ് സമ്മതിക്കുന്നത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു വഴികാട്ടി തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ, സന്തോഷം നിറയ്ക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അല്ലാതെ പിടിവാശി, വൈരാഗ്യം, ദേഷ്യം ഇതൊന്നും പാടില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായി നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പലരും പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിട്ട് കാണുന്നു. പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? ചിലരൊക്കെ ഇവിടുന്ന് ഫ്ലൈറ്റ് യാത്ര നടത്തുന്നതായിട്ടോ, അല്ല എങ്കിൽ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി പുതിയ ജോലി നേടുന്നതായിട്ടോ, അതിനുള്ള ആരംഭം കുറിക്കുന്നതായിട്ടോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംരംഭം നിങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. പുതിയതായി ചില സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ പേജ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു. കാരണം ചിലപ്പോൾ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പുതിയ ജോലി തേടുന്നതായിരിക്കാം. പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇവിടെ കണ്ടില്ലേ ഏസ് ഓഫ് സോർട്സ്. പുതിയ ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്, ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിച്ച് സ്വരുക്കൂട്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് സമയം കണ്ടെത്തി നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം നേരത്തെ അതിന്. അപ്പോൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക് പോകുന്നതായി കാണുന്നു. വിക്ടോറിയൻ സക്സസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇവിടെ വിക്ടോറിയൻ സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലർക്കും മാര്യേജ് നടക്കുന്നതായിട്ടുള്ള അനുഭവം വരുന്നുണ്ട്. പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വിവാഹമേ നടക്കാതെ നോക്കിയിരുന്ന പല ആൾക്കാർക്കും ഇവിടെ പ്രപ്പോസൽ വരുന്നതായിട്ടും അത് മാര്യേജിലേക്ക് കടക്കാനുമുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നു. അത് വളരെ നല്ല ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തി എന്താണ്? നിങ്ങളുടെ സോൾമേറ്റ് ആവാം ചിലപ്പോൾ. അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നീളമുള്ള സുന്ദരനായ വ്യക്തി വേണം, അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള സുന്ദരിയായ വ്യക്തി വേണം, സുന്ദരിയാവണം, അല്ലെങ്കിൽ കളർ ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാമല്ലോ. അപ്പോൾ അത്രമാത്രം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയൊരു ബോധം, നല്ലൊരു ബോധം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള സാധ്യത വരുന്നുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ടാകുന്നു. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ഒരു ബന്ധം ലഭിക്കുന്നത് തന്നെ. അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് വിവാഹം നടക്കുന്ന സാധ്യത കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന എനർജി. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് ഒരു പരിധി വരെയും നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തി നിങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതായത് ഒരു പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ. അതായത് ഏത് കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾക്ക് 2 എന്നുള്ള നമ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബോധം ഉണ്ടാവുന്നത് തന്നെ, തിരിച്ചറിവ് വരുന്നത് തന്നെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ലക്ഷണമാണ്. പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങുമ്പോഴാണല്ലോ നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവിലൂടെയാണ് പുതിയൊരു തുടക്കം വരുന്നത് തന്നെ. ആ ഒരു തുടക്കത്തിലൂടെ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിലും ബാലൻസ് ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്ത് കാര്യമാണ്? ജോലിക്ക് വേണ്ടിയാണോ എങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതാവാം. അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. ആവേശകരമായി നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടി ചിലപ്പോൾ സമൂഹത്തിലൊക്കെ നല്ല കാര്യങ്ങൾ, പൊളിറ്റിക്സിലൊക്കെ നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാനും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും ഒരു സ്ഥാനമാനമൊക്കെ അലങ്കരിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണാം. അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. ഏഞ്ചലിൻ്റെയും കൂടി ബ്ലെസ്സിങ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നല്ല ഒരു ലൈഫ് ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ.
അപ്പോൾ അത്തരം ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹപരമായിട്ടും അങ്ങനെ തന്നെ, പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും ഒരു റൊമാൻറ്റിക് ലൈഫ് പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യവും നിങ്ങൾക്കിവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം വളരെ മനോഹരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അല്പം നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജിയെ തരണം ചെയ്യാനാണ് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി വരാൻ പോകുന്നു. കിട്ടാതിരിക്കുന്ന പൈസ, മണി ബ്ലോക്കിനെ മാറ്റി കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നല്ല സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കിക്കളയാം എന്തൊക്കെയാണ്. കീയാണ് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ്. കണ്ടില്ലേ? ഇവിടെ വളരെയധികം സക്സസ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലോവാണ്. ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് റിസ്ക് എടുത്ത കാര്യങ്ങളിൽ മുൻപോട്ട് പോകണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റാം? ചിലപ്പോൾ ചതിവ് പറ്റാം, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാം, മറ്റുള്ളവരുടെ കബളിപ്പിക്കലിന് ഇരയാവാം. അതുകൊണ്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് പറയുന്നത്. അത് വളരെയധികം ഒന്ന് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നാണ് ന്യൂ ജോബ്. കണ്ടില്ലേ? ഇവിടെ പലർക്കും പുതിയ ജോബ് കിട്ടാൻ, ജോബ് അല്ലെങ്കിൽ കരിയർ, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു. പലർക്കും പുതിയ ജോലിയിലേക്ക് പോകാനുള്ള സമയം, പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യം എടുത്തിരിക്കുന്നു. അതായത് പലരും ഇവിടെ അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ തന്നെ കണ്ടില്ലേ വിക്ടറി ആൻഡ് സക്സസ് വന്നിട്ടുണ്ട്. പലരും ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടാവാം. പക്ഷേ അത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പാരറ്റാണ്. someone will gossip about all your secrets. ആരൊക്കെയോ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള നിങ്ങളുടെ സീക്രട്സ്, നിങ്ങളുടെ രഹസ്യങ്ങളെ ചോർത്താനായി നിങ്ങളുടെ ഒപ്പം തന്നെ ആരോ ഉണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തുകൂടി ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷം നടിച്ച് അല്ലെങ്കിൽ സ്നേഹം ഭാവിച്ച് ഒക്കെ നിങ്ങളോട് കാര്യങ്ങൾ അറിയാൻ, നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നിങ്ങളോടൊപ്പം നടക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ല. എല്ലാ വ്യക്തികളോടുമല്ല, ചില വ്യക്തികളുണ്ട് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവരെ വളരെയധികം സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ബീറ്റിലാണ് വണ്ട്. ഇവിടെ ഗുഡ് ഫോർച്യൂണാണ്. വളരെ നല്ല ഭാഗ്യം വരുന്നുണ്ട് നിങ്ങളിൽ പലർക്കും. കണ്ടില്ലേ? ഭാഗ്യ സമയമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. കണ്ടില്ലേ? നിങ്ങൾക്ക് ആരുടെയൊക്കെയോ വളരെയധികം ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ കെയറിങ്. ഇവിടെ കെയറിങ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ കെയറിങ് വരാൻ പോകുന്നു. ഡീപ്പായിട്ടുള്ള അഫെക്ഷൻ, ലവ് വരാൻ പോകുന്നു. വളരെ ആഴത്തിൽ വളരെയധികം സ്നേഹത്തോടു കൂടിയുള്ള ഒരു കെയറിങ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. കണ്ടില്ലേ? നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരാൻ തുടങ്ങുന്നു. അതിനുള്ള സമയമായിരിക്കും. മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കണ്ടില്ലേ? പുതിയ പുതിയ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ അവയർനെസ് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഈ അവയർനെസ് നിങ്ങൾക്ക് നല്ല ചേഞ്ച് തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? ഓളാണ് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. നിങ്ങൾക്കൊരു ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അഡ്വൈസ് നേടാനുള്ള സമയം ആയിട്ടുണ്ട് എങ്കിൽ അത് നേടുക തന്നെ വേണം.
നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം വേണമോ? ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിരിക്കാം, നമ്മുടെ എനർജി ഒന്ന് ഡൗൺ ആയിട്ടിരിക്കാം ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളിൽ. അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മളൊന്ന് തുടങ്ങി വെച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. അവിടെ നമുക്ക് തന്നെ തോന്നാം നമ്മുടെ എനർജി അല്പം ഒന്ന് ഡൗൺ ആയിട്ടിരിക്കും. നിങ്ങൾ നല്ല ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് ഉപദേശം നേടുന്നത് നല്ലതായിരിക്കാം എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിയാൽ അത് നേടുക തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത്. ലാഡർ ആണ് ക്ലൈംബിംഗ് ടുവേർഡ് സക്സസ്. കണ്ടില്ലേ, നിങ്ങൾ സക്സസിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ലൈറ്റ്നിങ് ആണ്. കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. കണ്ടോ, നിങ്ങളുടെ ദേഷ്യത്തെ അല്പം ഒന്ന് കുറയ്ക്കണം, ഒന്ന് നിയന്ത്രിക്കണം. നിങ്ങളുടെ ദേഷ്യം അല്പം ഒന്ന് കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇല്ല എങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടില്ലേ, ക്ലൈംബിംഗ് ടുവേർഡ് സക്സസ്. കണ്ടോ, നിങ്ങളിവിടെ സക്സസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ സക്സസിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടില്ലേ, ഇവിടെ നല്ലൊരു അധികാര പദവിയിലേറാനുള്ള സമയവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അധികാരത്തിലേറാനുള്ള സമയം വന്നിരിക്കുന്നു. അധികാരിയായി മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.